Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good day, sir. Okay. Sir. കഴിച്ചല്ലോ. ഈ അന്തുറ്റി നീ എപ്പോഴാ കഴിക്കുന്നത്? നമ്മൾ എടുത്തത് സെലക്ഷൻ ആയിരുന്നു അല്ലെ? ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പൊ ടൈം വൈകില്ലേ? 2:30 ആവില്ലേ ക്ലാസ് കഴിയുമ്പോ? നേരത്തെ കഴിക്കണ്ടേ ഫുഡ്? ഓക്കെ, നമ്മള് സെലക്ഷൻ ആണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. എന്തായിരുന്നു സെലക്ഷൻ? എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല്? തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കുക അല്ലെ? ഓർഗനൈസേഷനിൽ വാക്കൻസി വരുമ്പോ അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ആ ലിസ്റ്റിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്ത് കമ്പനിക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുകളുള്ള നോളജുകളുള്ള ആ സ്ഥാനത്തേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മള് സെലക്ഷനിൽ 2 ഘട്ടങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു? എന്താണ്? ജോബ് ഓർ നോട്ട്. എന്താണ്? ജോബ് ഓർ നോട്ട്. ഓക്കെ. എന്താണ്? ആ ജോലിക്ക് അനുയോജ്യരാണോ അല്ലയോ എന്ന് പരിശോധിച്ചിട്ട് അപേക്ഷകരെ അവലോകനം ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഘട്ടം. ഇനി എന്താണ്? അപേക്ഷകരെ ആ പട്ടികയിൽ നിന്ന് ഇത് ചെയ്യുന്നുണ്ട്, ശരിയായവരെ ആ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുത്ത് മറ്റുള്ളവരെ റിജക്ട് ചെയ്ത് കളയുന്നു. ഓക്കെ, അതുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നെഗറ്റീവ് പ്രോസസ് എന്ന് പറയാനായിട്ടുള്ള കാരണം. സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള കാരണമാണ് ഇതാണ് മറ്റുള്ളവരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ റിജക്ട് ചെയ്ത് കളയുകയാണല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ് നെഗറ്റീവ് ആണെന്ന് പറയുന്നതിനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മള് 4 ടെക്നീഷ്യൻസ് പഠിച്ചു. ആരുടെയൊക്കെയാണ് ഉള്ളതൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ, ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. വിഷ്ണു ഇല്ലേ? വിഷ്ണുവിനെ കണ്ടില്ലല്ലോ. വിഷ്ണു ഉണ്ടോ? Okay, next ആണ് objectives of selection. Importance of selection can be described. First one എന്താണ്? First objective എന്താണ്? Select suitable candidates അല്ലെ? നമുക്കറിയാം സെലക്ടിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. Select suitable candidates. Selection process aims at choosing the most appropriate candidate who meet all the requirements of a position. അല്ലെ? കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കമ്പനിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ആ പൊസിഷനിലേക്ക് ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുക എന്നതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ മെയിൻ എയിം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. സെലക്ഷൻ പ്രോസസ്സിന്റെ എയിം എന്താണെന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളെ സെലക്ഷൻ പ്രോസസ്സിലൂടെ ചൂസ് ചെയ്യുന്നതാണ് സെലക്ഷന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. ഇനി എന്താണ്? The best candidate is chosen only after rejecting all the unfit applicants through a systematic process of selection. നമ്മൾ പറയുന്നുണ്ടല്ലേ, എന്താ പറഞ്ഞത്? ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ?
അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്ത് കളയുന്നുണ്ട്? എന്താ ചെയ്യാം? റിജക്റ്റ് ചെയ്യുന്നു. വിഷ്ണു വന്നോ? ഞാൻ വിഷ്ണുവിനെ അന്വേഷിച്ചിരുന്നു. ഇപ്പോഴാണോ വിഷ്ണു കയറിയത്? എന്ത് പറ്റി, വൈകി പോയല്ലോ? ഓക്കെ ഓക്കെ, റിജക്റ്റ് ചെയ്ത് കളയുന്നു അല്ലെ? ഓക്കെ, അതാണ് സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. എന്താ പറഞ്ഞത്? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സില് സെലക്ഷൻ പ്രോസസ്സില് മെയിൻ എയിം ആണ് അല്ലെ നമ്മൾ പഠിച്ചത്. മെയിൻ എയിം എന്താണ്? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മള് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലൂടെ തെരഞ്ഞെടുക്കുന്നു. അതാണ് സെലക്ഷന്റെ പ്രധാന എയിം. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ റിജക്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വെരിഫൈ അപ്ലിക്കൻസ് ക്യാപ്പബിലിറ്റീസ്. എങ്ങനെയാണ് അപ്ലിക്കന്റിന്റെ ക്യാപ്പബിലിറ്റി നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? ഏതൊക്കെ മാർഗത്തിലൂടെ ആവാം? പറയാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ ക്യാപ്പബിലിറ്റി എന്താ? ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്കില്ല്, കഴിവ്. ഓക്കെ, കഴിവുകള്. ഓക്കെ, ആ കഴിവുകള് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് അവർ ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്? CV നോക്കിയിട്ട്, പിന്നെ ഇന്റർവ്യൂവില് അവൻ പെർഫോം ചെയ്യുന്നതനുസരിച്ച്, പിന്നെ എങ്ങനെയെല്ലാം ഇന്റർവ്യൂ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട്, പിന്നെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ചെല്ലുമ്പോ അവരുടെ CV അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും അല്ലെ? വെരി ഗുഡ്. റിട്ടൺ ടെസ്റ്റ് നടത്താറുണ്ട് അവര് ഇല്ലേ? പല പല ടെസ്റ്റുകള്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലേ? ഇംഗ്ലീഷ് ആണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് എല്ലാവർക്കും ഇല്ലേ? ഇംഗ്ലീഷ് അറിയോ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയോ അല്ലെ? നമ്മളോട് പറയാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ പല പല ടെസ്റ്റുകൾ നടത്താറുണ്ട്. എന്തൊക്കെ ടെസ്റ്റുകളായിരിക്കും നടത്തുന്നത്? പറയാൻ പറ്റുമോ? ഓർത്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ ടെസ്റ്റുകള്. ഇന്റർവ്യൂസിന് പോയിട്ടുണ്ടാരെങ്കിലും? ഇല്ല, അതിന് പോയിട്ടില്ല. ടൈപ്പിംഗ് സ്കില്ല് നോക്കും. ഓക്കെ, പിന്നെന്താ? വെരി ഗുഡ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് നോക്കാറുണ്ട്. ഷോർട്ട്. ഓക്കെ, പിന്നെ ഷൂട്ടിംഗ്. ടീം ലീഡിംഗ് സ്കിൽസ് നോക്കാറുണ്ട്. സൂപ്പർവിഷൻ സ്കിൽസ്. വിഷ്ണുവിന് മാത്രം അറിയുള്ളൂ സ്കിൽസിന്റെ കാര്യം. എന്ത് പറ്റി ആരൊന്നും ഉണ്ടാക്കുന്നത്? വിഷ്ണു മാത്രം കമന്റ് ഇടുന്നുള്ളൂ. എന്ത് പറ്റി സ്മിത? സ്മിത ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇടയ്ക്കല്ലെങ്കിൽ കമന്റ് ഇടാറുണ്ടല്ലോ. എന്ത് പറ്റി? വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിച്ചോ? രണ്ടാൾക്കാർ മാത്രമാണല്ലോ ഫുഡ് കഴിക്കാത്തത്. ഇല്ല, കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ്? അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് സ്കില്ല്, എബിലിറ്റി ടെസ്റ്റുകള്, അതുപോലെ പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയേഴ്സ്, അതുപോലെ തന്നെ പല ഇപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നമുക്ക് തരും. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിരുത്തിയിട്ട് നമുക്ക് ഒരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് പറയും. അങ്ങനെയുള്ള പല ടെസ്റ്റുകളിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു അപ്ലിക്കൻസിന്റെ ക്യാപ്പബിലിറ്റി, കഴിവുകള് തിരിച്ചറിയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് അപ്ലിക്കന്റിന്റെ ക്യാപ്പബിലിറ്റീസ് അവർ വെരിഫൈ ചെയ്യുന്നത്. സെലക്ഷൻ പ്രോസസ് help to
too much job requirements with the applicants to systematic process of selection. അപ്പൊ പല പല ടെസ്റ്റുകളിലൂടെ പ്രോബ്ലം സോൾവിങ്, റീസണിങ്, അതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയൊക്കെ പല പല ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലിക്കൻസിന്റെ ക്യാപ്പബിലിറ്റി, കഴിവുകൾ അവര് വെരിഫൈ ചെയ്യുന്നത്. അതിൽ നോക്കിയിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആളെയാണ് അവര് എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? എക്സാമ്പിൾ വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം കേട്ടോ, കമന്റ് നോക്കി എഴുതി വെക്കാം, ഇഷ്ടമുള്ള എക്സാമ്പിൾ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് അല്ലെ. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് പ്ലേസസ് റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് റൈറ്റ് ജോബ്. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? റൈറ്റ് candidate at right job. Selection process help to choose the right candidate for the right job so that he can contribute his best effort towards the achievements of organization goals by giving a standard performance as desired. എന്തായിരിക്കാം വായിച്ചപ്പോൾ മനസ്സിലായി? റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് റൈറ്റ് ജോബ്. ഇതാണ് പറയാൻ പറ്റുമല്ലോ ആ പോയിന്റ്. എന്തായിരിക്കും? ഓക്കെ, ശരിയായിട്ടുള്ള സ്ഥലത്ത് ശരിയായ സ്കില്ലുള്ളവരെ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. അത് തന്നെയല്ലേ? ഏതൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ ഏത് പൊസിഷനിലാണ് ആളെ വേണ്ടത്, അല്ലെങ്കിൽ ഏത് വേക്കൻസിയിലാണ് ആളെ വേണ്ടത്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ശരിയായ രീതിയിലുള്ള കാൻഡിഡേറ്റിനെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് അല്ലാത്ത ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നഷ്ടം വരും ഇല്ലേ? ലോസ് സംഭവിക്കും. നല്ലൊരു ജോലി അറിയാത്ത ആളാണ് നമ്മൾ ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, കമ്പനിക്ക് നഷ്ടം സംഭവിക്കാം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളും കമ്പനിയിൽ ഉണ്ടാകുന്നുണ്ട്. പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. പേജ് നമ്പർ 24. ക്ലിയർ ആയോ? റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് റൈറ്റ് ജോബ്. ഓക്കെ, അപ്പൊ റൈറ്റ് പൊസിഷനിലൂടെ അല്ലെങ്കിൽ റൈറ്റ് പൊസിഷനില് ആളെ, റൈറ്റ് കാൻഡിഡേറ്റിനെ, ശരിയായ രീതിയിലുള്ള ആളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്. സെലക്ഷൻ ഓൾസോ ഹെൽപ്സ് in extracting information regarding the candidate with a view to compare him with evoking information regarding the candidate with a view to compare him with other candidates in order to each correct decision. എന്താണ് മനസ്സിലായത്? ഈ എക്സ്ട്രാക്ട് ആയിട്ടുള്ള നമ്മളൊരു കമ്പനിയിലേക്ക് ആളെ തിരഞ്ഞെടുക്കുമ്പോൾ ആളുടെ കറക്റ്റ് ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് വേണം തിരഞ്ഞെടുക്കാൻ അല്ലെ. നമ്മൾ പറഞ്ഞു നല്ല രീതിയിലുള്ള എംപ്ലോയിനെ, കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിലേക്കുള്ള എംപ്ലോയിനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ആ പൊസിഷനിൽ അറിയാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആ ജോബ് അറിയാത്ത ഒരാളാണെങ്കിൽ എന്തുണ്ടാവും? കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് കറക്റ്റ് ഇൻഫർമേഷൻസ് അറിഞ്ഞിട്ട് വേണം, അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ്, കറക്റ്റ് ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ പൊസിഷനിലേക്ക് അവനെ നിയമിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ്? ഇത്രയും 4 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി. 4 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. പറഞ്ഞത് select suitable candidates, verify applicant capabilities, place right candidate at right job, generate information about candidate. 4 കാര്യങ്ങളാണ് പഠിച്ചത് നമ്മള്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇത് സേവ് പോസ്റ്റ് നമുക്ക് പറയാം.
ക്ലിയർ ആയോ 4 കാര്യങ്ങളും? നാലാമത്തെ പോയിന്റ് പറയണോ? നാലാമത്തെ പോയിന്റ് എന്താണ്? ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്. എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. എക്സ്ട്രാക്ടിങ് മീൻസ് കറക്റ്റ്. അപ്പൊ കറക്റ്റ് ഇൻഫർമേഷൻ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവന്റെ കറക്റ്റ് ഇൻഫർമേഷൻസ്, അവന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അവന്റെ സ്കിൽസ്, നോളജ്, അതുപോലെ തന്നെ കാപ്പബിലിറ്റി, കഴിവുകൾ ഒക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൊണ്ട് വേണം നമ്മള് എവിടേക്ക് തിരഞ്ഞെടുക്കാനായിട്ട്, ഓർഗനൈസേഷനിലോട്ട് തിരഞ്ഞെടുക്കാം. ബയോഡാറ്റകൾ അതൊക്കെ നമ്മൾ എന്താണ് അത് നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തി അവൻ ഏബിൾ ആണോ, ഈ പോസ്റ്റിലേക്ക് വരാനായിട്ട് അവൻ ഏബിൾ ആണോ, എന്താണ് അവന് ഈ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടതായിട്ടുള്ള സ്കില്ലും നോളജും എബിലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മള് നോക്കി കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം എന്തുണ്ടാവും ജോബ് അറിയാത്ത ഒരാളെയാണ് അല്ലെങ്കിൽ എന്താണ് ബയോഡാറ്റ നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാം? നഷ്ടം വരും അല്ലെ? ലോസ് ഉണ്ടാവും കമ്പനിക്ക്. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, സേവ് പോസ്റ്റ്. വലിയൊരു പാരഗ്രാഫ് ആണല്ലേ കാണുന്നത്. പേടിയാവുന്നുണ്ടോ കാണുമ്പോ? ഇത് മൊത്തം വായിച്ച് പഠിക്കണല്ലോ എന്ന് ഓർത്ത് പേടിയാവും അല്ലെ? ഓക്കെ, സിമ്പിൾ ആക്കി മിസ് പറയാം കേട്ടോ. സേവ് പോസ്റ്റ് കമ്പാരിസൺ ഇല്ല, സ്മിതയ്ക്ക് പേടിയില്ല. ഓക്കെ, the comparison between the right candidate and the job requirements is very crucial in order to enhance the employees' work performance. എന്താണ് നമ്മൾ റൈറ്റ് കാൻഡിഡേറ്റിനെ, ശരിയായ രീതിയിലുള്ള ഒരു റൈറ്റ് പേഴ്സണെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ ജോബിന്റെ ആവശ്യകതകൾ, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആ ജോബിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ റൈറ്റ് പേഴ്സണെ നമ്മൾ തിരഞ്ഞെടുക്കാനല്ലേ. അതൊരു വലിയൊരു എന്താണ് ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, റൈറ്റ് പേഴ്സണെ ആ റൈറ്റ് ജോബിൽ, ആ റൈറ്റ് പൊസിഷനിലോട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മള് എന്താണ് ഒരു നിർണായകമായിട്ട് വലിയൊരു ക്രൂഷ്യൽ നിർണായകമായിട്ടൊരു കാര്യം തന്നെയാണ് അതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി മിസ്മാച്ച് in this respect can result in high loss of the organization. അല്ലാത്ത പക്ഷം നമ്മൾ പറഞ്ഞു റൈറ്റ് പേഴ്സണെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം, അവരുടെ എക്സ്ട്രാക്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ. അവരുടെ കപ്പാസിറ്റി ഉണ്ടോ, അവരുടെ സ്കില്ലുണ്ടോ, ആ റൈറ്റ് ജോബ് ചെയ്യാനായിട്ട് ശരിയായ രീതിയിലുള്ള കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജോബ് ചെയ്യാനായിട്ട് അവന് കഴിവുകളുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം. ഇനി അല്ലാത്ത പക്ഷം എന്താണ്, അവൻ ഭാവിയിലേക്കുള്ള ഓർഗനൈസേഷന്റെ റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കമ്പനിക്ക് എന്തുണ്ടാവും?
ഇനി mismatch in respect can result in high loss to the organization. Loss സംഭവിക്കും അല്ലെ? Okay. It can be in terms of money. ഇനി എന്തിനൊക്കെയാണ് ലോസ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെ നഷ്ടങ്ങൾ കമ്പനിക്ക് ഉണ്ടാവും? റൈറ്റ് പേഴ്സണെ എല്ലാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ടൈം അല്ലെ? നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ടൈം നഷ്ടമാണ്. മണി, ഓക്കെ, ക്യാഷ്. പിന്നെ അത് മാത്രമുള്ള പ്രൊഡക്ഷൻ ലോസ്. പിന്നെ ഗുഡ്വിൽ നഷ്ടപ്പെടും. ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്. ട്രെയിനിങ് കോസ്റ്റ്, ഓക്കെ. പിന്നെ എന്താണ്? പല പല കോസ്റ്റുകൾ. അഡ്വർടൈസ്മെന്റ് അല്ലെ? ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നമ്മൾ പല പല അഡ്വർടൈസ്മെന്റ്, അതുപോലെ തന്നെ എംപ്ലോയർക്ക് സാലറി കൊടുക്കും അല്ലെ? ഇല്ലേ? അങ്ങനെയുള്ള പലതരത്തിലുള്ള കോസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആണോ? ഓർമ്മയുണ്ട് അതൊക്കെ? അങ്ങനെ കമ്പനിക്ക് നഷ്ടം വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇറ്റ് ക്യാൻ ബി ഇൻ ടേംസ് ഓഫ് മണി, time and any other factors such as cost of training, cost of operating, etc. Okay, ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. Which the passage of time, employee may lose interest in the job and even resign the result of dissatisfaction. ഇനി അവന് ഭാവിയിലേക്ക് കമ്പനിയിൽ തുടരാനായിട്ട് പറ്റുന്നില്ല. പല പല ട്രെയിനിങ് കൊടുത്തു, പക്ഷെ അവന്റെ വർക്കിൽ അവൻ മെച്ചൂർഡ് ആവുന്നില്ല, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടി അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ എന്താണ്? റിസൈൻ ചെയ്യിക്കും അല്ലെ? അല്ലെങ്കിൽ പൊക്കോളാന്ന് പറയും കമ്പനി, ഇല്ലേ? അവൻ താനെ ഇറങ്ങി പോവും അല്ലെ? റിസൈൻ ചെയ്യും അല്ലെ? അവന്റെ വർക്കില് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ റിസൈൻ ചെയ്യും, അല്ലെങ്കിൽ കമ്പനി പൊക്കോളാൻ പറയും അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ പോകാൻ പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? It is possible that the frustrated employees may pass on some negative and misrepresented news pertaining to organization, which may result in the enormous loss in the long run. എന്താ പറയുന്നത്? ഇവര് കമ്പനി ഇറങ്ങി പൊക്കോളൂ അല്ലെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അവന് ദേഷ്യം തോന്നാറുണ്ടല്ലേ? ദേഷ്യം വരും. ദേഷ്യം വരുമ്പോ അവൻ എന്ത് ചെയ്യും? അവൻ ജോലി ചെയ്ത കമ്പനിയെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങും, ഇല്ലേ? സംഭവിക്കാറില്ലേ? സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ന്യൂസ് നമ്മുടെ സമൂഹത്തില് പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു കമ്പനിയെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നഷ്ടം വരും. അവിടേക്ക് പിന്നെ ആരെങ്കിലും പോവോ ജോലിക്കായിട്ട്? ഇല്ല അല്ലെ? റെപ്യൂട്ടേഷനെ ബാധിക്കും, അതുപോലെ തന്നെ സ്ഥലപ്പേര് പോവും അല്ലെ? നഷ്ടങ്ങളും അതുപോലെ തന്നെ കമ്പനി നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് കാരണം അതെന്താവും? ഡൗൺ ആവും. ഓക്കെ, മനസ്സിലായോ? Hence the continuous observation of the fit between the candidate's abilities and the job requirements is necessary for an effective selection procedure. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നല്ല കഴിവുകളുള്ള, ഭാവിയില് കമ്പനിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഉള്ള, സ്കില്ലുള്ള ആളെ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? പാരഗ്രാഫ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. സേവ് പോസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ.
വായിച്ചു നോക്കാം കേട്ടോ പോയിന്റ്സ്. അയച്ചു കഴിഞ്ഞാ മനസ്സിലായോ? കാര്യം പോയാ ആരുല്ലേ? ആ സ്മിതിയുണ്ട്. ഓക്കെ കഴിഞ്ഞു അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ. Internal and external environmental factors affecting selection are as follows. ഇനി നമ്മള് സെലക്ഷൻ പ്രോസസ്സില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇനി ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നോക്കിക്കോളൂ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് which affect the selection process includes. First one ആണ് size of the organization. Selection process is influenced by the size of the organization. അല്ലെ, സെലക്ഷൻ പ്രോസസ്സിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് എന്താണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. സ്മോൾ ഓർഗനൈസേഷൻസ് use a more informal selection process is comparison to the big organization
which generally rely upon the formal and systematic selection process. അപ്പോൾ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ, ചെറിയ ഓർഗനൈസേഷനും ഉണ്ടാവും, വലിയ ലാർജ് ബിഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാവില്ലേ, ഉണ്ടാവും. ഇനി സ്മോൾ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇന്റേണലി നമ്മൾ എങ്ങനെയായിരിക്കാം സെലക്ട് ചെയ്യുന്നത് ആളുകളെ അറിയാൻ പറ്റുമോ? ഇനി ഐഡിയ ഇത്രയും നാളെ ചാറം പഠിച്ചത് വെച്ച് നോക്കുമ്പോ ഇന്റേണലി ആളുകളെ എങ്ങനെയായിരിക്കാം സെലക്ട് ചെയ്യുന്നത്? കിട്ടുന്നുണ്ടോ? അല്ല, സ്മോൾ ഇൻസൈഡ് എന്താണ്, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ആളുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്ര കുറവ് ആളുകൾ മതിയാവും അല്ലെ. അപ്പൊ എന്താണ്, അവിടെയുള്ള ആളുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നു. ഇനി ബിഗ് ആണെങ്കിലോ, ബിഗ് ഓർഗനൈസേഷൻ ആണെങ്കിലോ എന്ത് ചെയ്യും, എന്താ ചെയ്യാം, ആളുകളെ ഇന്റേണൽ വൈസ് ഇടാൻ പറ്റുമോ നമുക്ക്? പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ദാറ്റ് ഹാവ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ സിഗ്നിഫിക്കന്റ്ലി റിക്വയർ എ റിഫൈൻഡ് വർക്കിംഗ് സ്ട്രക്ചർ. എന്താണ് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ റിഫൈൻഡ് വർക്കിംഗ് സ്ട്രക്ചർ നമ്മൾ അതിന് ആവശ്യമാണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ് സ്പ്ലിറ്റ് ദെയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇൻടു 3 ബേസിക് ടൈപ്പ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 3 ടൈപ്പ് ഓഫ് ഇതാണ് ഓർഗനൈസേഷന്റെ രീതികളാണ് ഇവിടെ, സ്ട്രക്ചർ ആണ് പറയുന്നത്. നോക്കിക്കോളൂ. 1 type is the line structure. ഒന്നാമതായിട്ട് പറയുന്നത് ലൈൻ സ്ട്രക്ചർ, where specific duties are set to be performed എന്താണ്, from top to bottom. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത് ലൈൻ സ്ട്രക്ചറിലാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ടോപ്പ് ടു ബോട്ടം. മനസ്സിലായോ? ഓർഗനൈസേഷൻ എത്ര ലെവൽസ് ഉണ്ട്, എത്ര ലെവൽസ് ആണുള്ളത് സ്റ്റുഡൻസ് അറിയാമോ? 3 ലെവൽസ്. ഏതൊക്കെയാണ്? 3 ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ടോപ്പ് ലെവൽ, മിഡിൽ ആൻഡ് ലോവർ ലെവൽ. ഓക്കെ, അപ്പോ ഈ ഇങ്ങനെയുള്ള ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ ലൈൻ സ്ട്രക്ചർ ആണല്ലേ അത്. അതിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. ടോപ്പിൽ നിന്ന് ഏറ്റവും ലോവർ ലെവലിലേക്കാണ്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം ആണ് അവര് പെർഫോം ചെയ്യുന്നത്. ഇനി എന്താണ് ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ? രണ്ടാമതായിട്ട് പറയുന്ന ടൈപ്പ് ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. ഓക്കെ, ഫസ്റ്റ് വൺ ലൈൻ സ്ട്രക്ചർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. 3 ടൈപ്പാണ് വരുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ നോക്കിയേ. ഡ്യൂട്ടീസ് ആർ ഡിഫൈൻഡ് ബൈ ദ സ്റ്റാഫ് and line, that is which staff department supporting to the line managers. ഓരോ മാനേജേഴ്സ് ഉണ്ടാവില്ലേ, മാനേജേഴ്സിനെ സഹായിക്കുന്നത് ആരായിരിക്കും? സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളായിരിക്കും. അവരെ ലൈൻ മാനേജേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ അവരുടെ ഡ്യൂട്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളായിരിക്കും. ക്ലിയർ ആയോ? ലൈൻ സ്ട്രക്ചറും അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ക്ലിയർ ആണോ? ഇനി നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മൂന്നാമതായിട്ട് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി മിസ് പറയാം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. Functions with the help of
departments. The people specialized in human resource, marketing, engineering, and finance. നമുക്കറിയാം ഓർഗനൈസേഷനിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, പർച്ചേസിങ്, അങ്ങനെയുള്ള പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റ്സുകളാണ് എന്തിൽ സഹായിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന് ആ മാനേജേഴ്സിനെ സഹായിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ കൂടിയിട്ടാണ് അത് സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ലൈൻ സ്ട്രക്ചർ ഒന്നുകൂടി പറയാം. ലൈൻ സ്ട്രക്ചറിൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, 3 ലെവൽസ് ആണുള്ളത്. ഓക്കെ, അപ്പോ ഈ 3 ലെവൽസിലും ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. ഓക്കെ, മാനേജേഴ്സ് ടോപ്പ് ലെവലിൽ നിന്ന് കുറെ ഡ്യൂട്ടീസ് അവർക്ക് കൊടുക്കുന്നു, മിഡിൽ ലെവലിലേക്ക് കൊടുക്കുന്നു, മിഡിൽ ലെവല് ടോപ്പ് ലെവൽ, ലോവർ ലെവലിലേക്ക് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെയുള്ള ഡ്യൂട്ടീസുകൾ, എല്ലാ കാര്യങ്ങളും ടോപ്പ് ടു ബോട്ടം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. ഇവിടെ എന്താണ്? ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാഫുകളാണ് ലൈൻ മാനേജേഴ്സിനെ സഹായിക്കുന്നത് കേട്ടോ. അവരുടെ ഡ്യൂട്ടിയിൽ സഹായിക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ ഓരോ സ്റ്റാഫുകളാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അവരുടെ എല്ലാ ഫങ്ഷൻസിലും ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസാണ്. പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, പ്രൊഡക്ഷൻ, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അപ്പോ ആ ഡിപ്പാർട്ട്മെന്റ് വൈസാണ് ഓരോ കാര്യങ്ങളും, ഓരോ ഫങ്ഷൻസ്, ഓരോ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? സെലക്ഷൻ പ്രോസസ് വാരീസ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, 3 കാര്യങ്ങളാണ് അതിൽ ശരിക്കും നോക്കേണ്ടത് കേട്ടോ. അറിഞ്ഞിരുന്നാൽ മതി. ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒന്ന് മിസ് കാണിച്ചു തരാം. ഓക്കെ, one minute. കണ്ടോ ലൈൻ ഓർഗനൈസേഷൻ? എന്താണ്? ജനറൽ മാനേജർ അല്ലെ. പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ജനറൽ മാനേജർ ഡിപ്പാർട്ട്മെന്റ്സിന് ഡ്യൂട്ടീസ് കൊടുക്കുന്നു. ലാസ്റ്റ് ഫോർമാൻ ആൻഡ് ലോവർ ലെവൽ വർക്കേഴ്സ്. അപ്പം അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആദ്യം മാനേജർ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സിന് എന്ത് ചെയ്യും? ഈ വർക്കേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടീസ്. മനസ്സിലായോ? ടോപ്പ് ടു ബോട്ടം ആണ് വരുന്നത്. അവരെ സഹായിക്കുന്നത് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ?
ഓക്കെ, അതുപോലെ തന്നെ നോക്കി ഒരു കമ്പനിയുടെ സിഇഒ, അതാണ് അല്ലെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ബാക്കി ഇവിടെ നിന്ന് സിഇഒ വഴി എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് വൈസ് കൊടുക്കുന്നു. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളാണ്, ഡിപ്പാർട്ട്മെന്റിൽ ഓരോ സ്റ്റാഫുകളാണ് എല്ലാ വർക്കും കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ സഹായിക്കുന്നത്, വർക്ക് കംപ്ലീറ്റ് ആക്കി സിഇഒക്ക് കൊടുക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ കേട്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മൾ പഠിച്ചില്ലേ, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചറിൽ എന്താ പഠിച്ചത്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളാണ് ഓരോ കാര്യങ്ങളും ലൈൻ മാനേജർക്ക് അല്ലെ മാനേജർക്ക് കൊടുക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവര് ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാഫുകൾ, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു. ആരെ, സിഇഒ. നമ്മൾ പഠിച്ചില്ലേ, ഇനി എന്താ പഠിച്ചത്, ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെ, എന്താ പഠിച്ചത്, അവിടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇതാണ് മാർക്കറ്റിംഗ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്സും ഇവരെ ചെയർമാൻ അല്ലെങ്കിൽ സിഇഒനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചു തന്നത് കേട്ടോ. ഇനി നോക്കിയേ, നേച്ചർ ഓഫ് social pressure. Selection process is influenced by social pressure as well as because selection of human resource is greatly influenced by legislation, executive orders, and court decisions, etc. As every organization has to function within the society under some social and legislative terms and conditions. അപ്പൊ എന്താണ്, ഓരോ ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്തിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, ലെജിസ്ലേഷൻ എന്താണ്, നിയമനിർമ്മാണം. ഓക്കെ, ലെജിസ്ലേഷൻ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, കോർട്ട് ഡിസിഷൻസ്, ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവയുടെയൊക്കെ സ്വാധീനത്തിലാണ് നമ്മൾ ഓരോ ആൾക്കാരെ സെലക്ഷൻ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. ഓരോ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ സോഷ്യൽ പ്രഷർ ഏതിന്റെയൊക്കെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ ഏതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് സെലക്ഷൻ പ്രോസസ്സിലൂടെ നമ്മൾ ഒരാളെ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ, ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആൻഡ് കോർട്ട് ഡിസിഷൻസ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷറിൽ ക്ലിയർ ആയോ? ഇനി എന്താണ് കാൻഡിഡേറ്റ് പൂൾ. Selection process is affected by the list of applicants. അല്ലെ, നമ്മള് എന്താണ് സെലക്ഷനിലൂടെ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ലിസ്റ്റ് നോക്കിയിട്ടാണ് അല്ലെ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. It can be an effective process only if the applicant list is large and consists of competent applicants for a specific job position. The number of applicants selected for the specific position when compared with the total applicant gives the selection ratio. നമ്മളപ്പോ സെലക്ഷൻ റേഷ്യോയും അടങ്ങിയിട്ടുണ്ട്. ഈ സെലക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയിൽ ഒരു എന്താണ് വേക്കൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷകൾ അയക്കും അല്ലെ. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപേക്ഷകൾ അയക്കുന്നുണ്ട്. അപ്പൊ പലതരത്തില് അല്ലെങ്കിൽ കുറെ അപേക്ഷകൾ ആ കമ്പനിയിലേക്ക് വരും. ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. അല്ലാത്ത ആളുകളെ എന്തെങ്കിലും റിജക്ട് ചെയ്ത് കളയുന്നു. അപ്പൊ ഈ സെലക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താവാം, ചിലപ്പോ 1000 അപേക്ഷകൾ വന്നിട്ടുണ്ടാവും.
അതിനകത്ത് നിന്ന് നമ്മള് 100 ആളെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് 1000:100 എന്ന റേഷ്യോയിൽ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, 1000 എന്ന് പറഞ്ഞത് എന്താണ്? അപ്ലിക്കേഷൻസ്. 1000 അപ്ലിക്കേഷൻസ് വന്നു, അതിനകത്ത് നിന്ന് 100 ആളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. 100 എന്ന് പറഞ്ഞത് എന്താണ്? സെലക്ടഡ് പേഴ്സൺസ് ആണ്. ക്ലിയർ ആയോ? അതാണ് സെലക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് അവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ, സെലക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ഇങ്ങനെ ഒരു സെലക്ഷൻ റേഷ്യോയും നമ്മൾ ഉണ്ടാകുന്നുണ്ട്. കമ്പനിയുടെ സെലക്ഷൻ റേഷ്യോയും ഉണ്ടാകുന്നുണ്ട്. സെലക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ അതിനകത്ത് അപേക്ഷ അയക്കും. അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ. അതിനകത്ത് നിന്ന് 1000 അപേക്ഷകളാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനുള്ളിൽ നിന്ന് നമ്മൾ ഏറ്റവും എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 100 ആളുകൾ നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പോ 1000 എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ആണ്, 100 എന്ന് പറയുന്നത് സെലക്ടഡ് പേഴ്സൺസ് ആണ്. ക്ലിയർ ആയോ? 1000:100, 1000:100. ഓക്കെ, റേഷ്യോ മനസ്സിലായോ? റേഷ്യോന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. സെലക്ഷൻ പ്രോസസ് ഈസ് affected by the time provided for making the selection decision. Organization can avoid legal problems by strictly follow the selection policies and procedures. ഇപ്പോ നമ്മള് ഒരു വേക്കൻസി നമ്മുടെ കമ്പനിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആളെ കിട്ടണോ അല്ലെ നമുക്ക്? അല്ലെങ്കിൽ എന്താണ്, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കോ? ഇല്ല. എന്താ ചെയ്യാ? പെട്ടെന്ന് തന്നെ ആ പൊസിഷനിലേക്ക് ടൈമില് അല്ലെ, കറക്റ്റ് ടൈമില്. ഇപ്പോ നാളെ തന്നെ ഒരു ആളെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെ. ഇല്ലേ? അങ്ങനെ വിചാരിക്കാറില്ലേ? അല്ലെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് പല ആർട്സുകൾ കൊടുക്കും അല്ലെ. സോഷ്യൽ മീഡിയയിലായാലും ന്യൂസ് പേപ്പറിലായാലും പെട്ടെന്ന് തന്നെ ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്ത് ചെയ്യും? ആഡുകൾ കൊടുക്കും അല്ലെ. കറക്റ്റ് ടൈമിലേക്ക് ആ ആളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ആഡുകൾ കൊടുക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡുകൾ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അധികം വൈകിപ്പിക്കാതെ ഇന്റർവ്യൂ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അധികം വൈകിപ്പിക്കാതെ അല്ലെങ്കിൽ ലാഗ് ആക്കാതെ പെട്ടെന്ന് തന്നെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് ദ ലീഗൽ പ്രോബ്ലംസ് സ്ട്രിക്ട്ലി ഫോളോയിങ് പോളിസീസ് അനുസരിച്ച് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കും. പെട്ടെന്ന് തന്നെ ആളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഡിസിഷൻസ് ഒക്കെ സ്പീഡപ്പ് ആക്കി എടുക്കണം. സെലക്ഷന് വേണ്ടിയിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ആളുകളെ സെലക്ട് ചെയ്യാം, ഏതൊക്കെ പ്രോസസ്സിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്തെടുക്കണം ആ പൊസിഷനിലേക്ക്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത് കേട്ടോ. സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ടൈപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ, നേച്ചർ ഓഫ് ദി പ്രഷർ, സോഷ്യൽ പ്രഷർ, കാൻഡിഡേറ്റ് പൂള്, സെലക്ഷൻ റേഷ്യോ മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.
External factors which influence selection process includes first, nature of the labor market. Selection process is affected by the nature of the labor market as well. Example, the selection process will be short and simple if there are very few applicants having the required knowledge and set of the skills and rights. I mean, selection process ഷോർട്ടും പെട്ടെന്ന് തന്നെ ആളുകളെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചിലപ്പോൾ കുറച്ച് അപ്ലിക്കന്റ് ഉണ്ടാവുള്ളൂ അല്ലെ, നല്ല സ്കില്ലും നോളജും ഉള്ള കുറച്ച് അപ്ലിക്കന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നേച്ചർ ഓഫ് ദി ലേബർ മാർക്കറ്റ്. കമ്പനിക്ക് പുറത്തു നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പൊസിഷനിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഫ്യൂ അപ്ലിക്കന്റ്, കുറച്ച് അപ്ലിക്കന്റേ ഉള്ളൂ എങ്കിൽ ആ പൊസിഷനിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെലക്ഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ്, കുറച്ച് ടൈം മതി. ചിലപ്പോ അത്തരം സ്കില്ലും നോളജും ഉള്ള ആളുകൾ കുറവായിരിക്കും. മനസ്സിലായോ? ഫ്യൂ അപ്ലിക്കന്റിൽ നിന്ന് സ്കില്ലും നോളജും ഉള്ള കുറച്ച് ചിലപ്പോ നമ്മുടെ കമ്പനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമല്ലേ, അല്ലേ? മനസ്സിലായോ? നേച്ചർ ഓഫ് ലേബർ മാർക്കറ്റ്. ഓക്കെ, ഇനി എന്താണ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ഓൾസോ affect the selection procedures of the organization. For example, trade unions sometimes recommend some of the applicants for a job and even demand for their selection. നമുക്കറിയാലേ, യൂണിയൻസ് വഴിയൊക്കെ നമ്മള് ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് എഗ്രിമെന്റ് ഉണ്ടാവും, പൈസ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലേ? അപ്പൊ എന്താണ്, ഈ യൂണിയൻസ് വഴി ജോലി കിട്ടുന്നുണ്ട്. മനസ്സിലായോ? യൂണിയൻസിലൂടെ അവരുടേതായിട്ടുള്ള എഗ്രിമെന്റ് വെച്ച് അവർക്ക് പൈസ കൊടുത്ത് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, ഗവൺമെന്റ് റെഗുലേഷൻസ്. Organizations need to follow the selection norms defined under the regulations prescribed by the organization. Thus, the government rules and regulations such as the legislation also affect the execution of the selection procedure in the organization. എന്താണ്, നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഗവൺമെന്റിന്റെ പോളിസീസ്, ഇന്ന പോളിസിയിലൂടെ വേണം ആളുകളെ തിരഞ്ഞെടുക്കാൻ, പിന്നെ റൂൾസിലൂടെ വേണം ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിലൂടെ വേണം നമ്മൾ ഓരോ ആളുകളെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഓർഗനൈസേഷനിലേക്ക്. മനസ്സിലായോ? ആ, നിയമങ്ങളനുസരിച്ച്. ക്ലിയർ അല്ലേ? ഇത്തരം കാര്യങ്ങളാണ് എക്സ്റ്റേണലി വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാക്കിയിട്ട് വരാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.